വല്ലഭൻ എൻ രക്ഷകനായ എന്നുള്ളം ആർത്തുപാടും. മഹാദൈവം മഹാദൈവം എൻ രക്ഷക പാടും. മഹാദൈവം നീ മഹാദൈവം നീ. അശേഷമാരിയുണ്ടാകും ആനന്ദവാഗ്ദത്തമേ മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ. ആശിഷമാരി ആശിഷം പെയ്യണമേ. കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ. പ്രിയക ദൈവത്തിന് സ്തുതി. ഒരു പ്രാവശ്യവും കൂടി സിയോൻ പ്രയർ ഫെലോഷിപ്പിന്റെ ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ കൂടി കർത്താവിന്റെ വിടുതലിന്റെ ആശ്വാസത്തിന്റെ വചനം പങ്കുവയ്ക്കുവാൻ ഈ ബലഹീന ലഭിച്ച വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇത്രയും പേരെ കൂട്ടിവരുത്തി ലൈവായിട്ടും യൂട്യൂബിൽ കൂടിയുമൊക്കെ ഈ ശുശ്രൂഷ ശ്രവിക്കുന്ന എല്ലാവർക്കും, ഇതിൽ പങ്കെടുത്ത ശുശ്രൂഷിച്ച നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രികാല ചിന്തയ്ക്കായിട്ട് ശുദ്ധമുള്ള പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിച്ച് ധ്യാനിച്ച് ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട് എന്ന് അവൻ പറഞ്ഞു. നമുക്ക് ഒരു നിമിഷം കൂടി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൂടിയൊരുവന്റെ അനുഗ്രഹത്തിനായിട്ട്, സൃഷ്ടിയുടെ അനുഗ്രഹത്തിനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ വ്യാപാരത്തിനായിട്ടും കർത്താവിന്റെ സാമീപ്യത്തിനായിട്ടും പ്രാർത്ഥിക്കാം. ഇന്ന് എന്നോട് സംസാരിക്കണമേ എന്ന വ്യക്തിപരമായ പ്രാർത്ഥനയോടുകൂടി നമുക്കിരിക്കാം. കുടിയൊരുവിന്റെ അനുഗ്രഹത്തിന് കൂടി വന്ന എല്ലാവരെയും ഭവനമായിട്ട് അനുഗ്രഹിക്കാം. ശുശ്രൂഷയിലേക്ക് ഇന്ന് കടന്നു വരാൻ കഴിയാതെ പോയ അനേകരുണ്ട്. രോഗത്താലും മറ്റു ഭാരങ്ങളാലും ഒക്കെ ബുദ്ധിമുട്ടുന്ന അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വായിച്ച വചനഭാഗം കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇവിടുന്ന് വാഴ്ത്തി നുറുക്കി 30, 60, 100 മേനിയായി തന്നെ അനുഗ്രഹിക്കണം. ശുശ്രൂഷിപ്പാൻ കർത്താവ് അടിയനെ യോഗ്യനാക്കണം. നാവിന്റെ തുമ്പിൽ വചനം തന്നെ അനുഗ്രഹിക്കണം. സംസാരിക്കേണ്ടമുണ്ടും സംസാരിപ്പാനുള്ള കൃപ തരണം. അവിടുന്ന് മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. വഴി നടത്തും. സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യമാണ് ഇന്നത്തെ കുറി വാക്യമായിട്ട് എടുത്തിരിക്കുന്നത്. യഹോവയുടെ സിംഹാസനമാണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധം ഉണ്ട് എന്ന് അവൻ പറഞ്ഞു. ഇന്ന് നാം ഒരു നോയമ്പ് കാലത്തിലാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ പിതാക്കന്മാര് അവരുടെ പ്രാർത്ഥനയിൽ, പ്രത്യേകിച്ച് 50 നോയമ്പിലൊക്കെ ഈ അമാലേക്കിനോടുള്ള പ്രാർത്ഥന ഇതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ എന്താണ്? അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധം ഉണ്ട് എന്ന്, യഹോവയ്ക്ക് യുദ്ധമുണ്ട് എന്ന്. യുദ്ധം യഹോവ ഏറ്റെടുക്കുന്നതായിട്ടൊക്കെ ആത്മീയ ദൈവ മക്കളുടെ യുദ്ധം യഹോവ ഏറ്റെടുക്കുന്നതായിട്ട് വചനത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും.
ഇവിടെ ഒരു കാര്യം ദൈവമക്കൾ ജാഗ്രതയോടെ കരുതേണ്ട ഒരു കാര്യം, ദൈവമക്കൾ എപ്പോഴും പോർക്കളത്തിലാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. എപ്പോഴും നമുക്ക് പോരാട്ടമുണ്ട് ദൈവമക്കൾക്ക്. കാരണം നമ്മൾ മാമോദീസയിലെ ശത്രുവിനോട് ഒരു ശത്രുത്വം നാം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ ജീവിതം തുടങ്ങുന്നത് തന്നെ. ശത്രുത്വം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അപ്പോൾ പോരാട്ടം ആരംഭിക്കുകയാണ്. അപ്പൊ ദൈവമക്കൾ അവർക്ക് എപ്പോഴും ഒരു പോരാട്ടമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ദൈവമക്കൾ പോർക്കളത്തിലാണ് എന്നുള്ളത്. എഫേസ്യർ 6 അധ്യായം 12 വാക്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് പൗലോസ് അതിന്റെ ആ നിര്യാണ കാലം അടുത്തപ്പോ നല്ല നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2 തീമോത്തി 4-7 വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന്. ഇപ്പൊ പൗലോസിന്റെ നിര്യാണ അവസാന കാലത്തിലേക്ക് വരുമ്പോൾ നല്ലൊരു പോരാട്ടം കാഴ്ചവെച്ച പൗലോസിനെയാണ്. നമുക്കറിയാം പൗലോസിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പോരാട്ടം വിവിധ തലങ്ങളിൽ പൗലോസ് പോരാടിയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ആ പോരാട്ടം ആരോടാണെന്ന് എഫേസ്യർ 6:12 കൂടി പൗലോസ് വെളിപ്പെടുത്തുകയാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പോരാട്ടം സഹോദരങ്ങളോടാണ്, അയൽക്കാരോടാണ്, ഭാര്യയോടാണ്, ഭർത്താവിനോടാണ്. അപ്പോ അതല്ല ഒരു ക്രിസ്തീയ ജീവിതത്തിൽ പോരാട്ടം എന്ന് പറയുന്നത്. ജഡരക്തങ്ങളോടല്ല. നമ്മൾ എന്താണ് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടുമാണ്. ഒരു വലിയ ഒരു സൈന്യം തന്നെയുണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് എതിരായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ എഫേസ്യർ 6 അധ്യായത്തില് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ആ സർവായുധ വർഗം ധരിപ്പാനും സർവായുധ വർഗം എടുപ്പാനുമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ധരിക്കേണ്ടതായ ആയുധങ്ങളുണ്ട്, എടുക്കേണ്ടതായിട്ടുള്ള ആയുധങ്ങളുണ്ട്. ധരിക്കേണ്ട ആയുധം എന്ന് പറയുന്നത് അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. എടുക്കുന്ന ആയുധം എന്ന് പറയുന്നത് അത് ആക്രമിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങളാണ്. ദൈവവചനത്തിൽ അത് പറയുന്നുണ്ട്. ആത്മീയമായ പോരാട്ടത്തിൽ അത് ജഡീകമല്ല നമ്മുടെ ആയുധങ്ങള്, അത് കോട്ടകളെ തകർപ്പാൻ ശക്തമായിട്ടുള്ള ആത്മീയ ആയുധങ്ങളാണ്. അപ്പൊ ആത്മീയ പോരാട്ടത്തിൽ ദൈവമക്കളായിരിക്കുമ്പോൾ ആത്മീയ ആയുധങ്ങൾ ആവശ്യമാണ്. അപ്പോ ആത്മീയ ആയുധം അതെങ്ങനെ നമുക്ക് നേടാനായിട്ട് കഴിയുന്നു, ഈ പോരാട്ടം എങ്ങനെ എന്ന് ഒക്കെ ഇന്ന് ഈ രാത്രികാലം ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒരു സുവിശേഷകൻ, അദ്ദേഹം ഈ സുവിശേഷ വേല കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോ ഭാര്യ എപ്പോഴും ചോദിക്കും, ഇന്ന് എത്ര പേര് മീറ്റിങ്ങിലുണ്ടായിരുന്നു എന്ന്. ഒരു ദിവസം തന്നെ രാമദാസൻ പറഞ്ഞു, ഇന്ന് 5 പേര് ഉണ്ടായിരുന്നു. ഭാര്യ പറഞ്ഞു, ഇതെന്നെ 5 പേര്, സാധാരണ 2-3 പേരൊക്കെ ആണല്ലോ ഉണ്ടാകാറുള്ളൂ, ഇന്നെങ്ങനെയാണ് 5 പേരുണ്ടായത്, ആരൊക്കെയാണ് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞാനും പിന്നെ പിശാചും എന്ന്. അങ്ങനെ 5 പേര്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു ആത്മീയ ശുശ്രൂഷയിൽ ക്ഷണിക്കപ്പെടാതെ അതിഥിയായി പിശാച് ഉണ്ടായിരിക്കുക. അവൻ ക്ഷണിക്കപ്പെടാതെ വരുന്നവനാണ്. അവൻ വരുന്നത് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ ദൈവവചനം വെളിപ്പെടുന്നു, അവൻ വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ശുശ്രൂഷയുടെ ഓരോ വേദഭാഗങ്ങളിലേക്ക് വരുമ്പോ നമ്മുടെ ശത്രുവാകുന്ന പിശാച്, ആ പിശാചിന് എന്നാണ് നമ്മുടെ ശത്രു. ആ പിശാചിന്റെ വിവിധ പേരുകളും അവന്റെ ആക്രമണ രീതിയും നമ്മൾ ഓരോ വാക്യത്തിലും ഓരോ മേഖലയിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഈ പിശാചിന് ഇവിടെ കാണിച്ചിരിക്കുന്നത് കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ കള്ളൻ വരുന്നത് എന്തിനാണ് എന്ന്, 1 അവിടെ മോഷ്ടിപ്പാനാണ്, 2 അറുപ്പാനാണ്, 3 മുടിപ്പാനാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ വരുമ്പോ ആ മോഷണ രീതി എന്താണ്, എങ്ങനെയാന്ന് അവിടെ പറയുന്നുണ്ട്. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാൻ ഞാൻ ദുഷ്ടം വന്ന് ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ദൈവവചനം അത് ഘോഷിക്കപ്പെടുമ്പോ അത് ഗ്രഹിപ്പാനായിട്ട് കഴിയും.
ഒന്ന് ഗ്രഹിക്കണം. ഈ ലോകത്തിന്റെ ബുദ്ധിയിൽ ഒന്ന് അത് ഗ്രഹിക്കാനായിട്ട് കഴിയില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇന്ന് അനേകര് ദൈവവചനത്തെ ഈ ലോകത്തിന്റെ ബുദ്ധിയിലും ജ്ഞാനത്തിലും അതിനെ ഗ്രഹിപ്പാനും അതിനെ അപഗ്രഹിക്കാനും അതിനെ വിമർശിക്കുവാനുമായിട്ട് ഇന്ന് അനേകർ നോക്കുന്നുണ്ട്. അവരെ കുറിച്ച് പറയുന്ന ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകണം. അപ്പോ ഈ ദൈവവചനം അത് ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ആ വചനം ഹൃദയത്തിൽ നിന്ന് ശത്രു മോഷ്ടിച്ചു കൊണ്ടുപോകും. മോഷ്ടിപ്പാനായിട്ട് വരുന്നവനാണ് എന്ന് പറയുന്ന ഈ വചനം അത് അവൻ മോഷ്ടിക്കും. എപ്പോ? അത് ഗ്രഹിക്കാതിരിക്കുമ്പോൾ. ഗ്രഹിച്ച് അത് ഹൃദയ പലകയിൽ എഴുതി കഴിഞ്ഞാൽ അത് ശത്രുവിന് മോഷ്ടിപ്പാനായിട്ട് കഴിയില്ല. ഇബ്രാഹിം 4:2 പറയുന്നുണ്ട്, അവരെ പോലെ നാം ഈ സദ്വർത്തമാനം കേട്ടവരാണ്, എങ്കിലും കേട്ടവരിൽ ഈ വചനം വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല എന്ന്. പ്രയോജനപ്പെടണമെങ്കിൽ ഈ കേട്ട വചനം വിശ്വാസമായി പരിണമിക്കണം. ആ വിശ്വാസമായ പരിണാമം എന്ന് പറയുന്നത് അത് ഹൃദയത്തിലാണ്. ബാഹ്യമായിട്ട് ഒന്നും അവിടെ സംഭവിക്കുന്നത്. ഹൃദയത്തിൽ സംഭവിക്കുമ്പോൾ ബാഹ്യമായ പല പ്രകടനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ആ ഹൃദയത്തിലാണ്. ഹൃദയം എന്ന് പറയുന്ന ഈ നമ്മുടെ ഈ 24 മണിക്കൂറും പ്രവർത്തിച്ച് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഓർഗൻ അല്ല, അവയവമല്ല ഹൃദയം എന്ന് മനസ്സിലാക്കണം. ഹൃദയത്തില് ദൈവവചനത്തിന്റെ അനേക ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ മനസ്സുണ്ട്, വികാരങ്ങളുണ്ട്, മനസാക്ഷിയുണ്ട്, അതിന് അനേക ഭാഗങ്ങളാണ്. ഒന്നുകൂടി പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ അത് ഒരൊറ്റ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഹൃദയത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എഫേസ്യ 3:16 ഹൃദയം അതിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാനായിട്ടെന്ന്. നമ്മുടെ ബാഹ്യമായ മനുഷ്യനുണ്ട്, അകത്തെ മനുഷ്യനുണ്ട്. അപ്പൊ അകത്തെ മനുഷ്യനിൽ ദൈവവചനം ക്രിയ ചെയ്യുന്നില്ല എങ്കിൽ, നമുക്കൊരു മാറ്റം വരുത്തുന്നില്ല എങ്കിൽ ഈ കേട്ട വചനം അല്ലെങ്കിൽ ഈ വിതച്ച വചനം അവൻ മോഷ്ടിപ്പും. അപ്പൊ ഈ കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനാണ്. ഈ വചനം മോഷ്ടിക്കുന്നതിൽ കൂടി എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ സന്തോഷമാണ്, നമ്മുടെ സമാധാനമാണ്. വചന കേൾവിയിൽ കൂടി പരിശുദ്ധാത്മാവിന്റെ ഫലവുമാണ് നമുക്കുണ്ടാകാൻ പോകുന്നത്. അപ്പോസ്തലർ 10:44 വാക്യത്തിൽ പത്രോസ് ഈ വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ തന്നെ കേട്ടവരിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞാത്തവർ വചനം കേൾക്കുമ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഈ വചനം കേൾക്കുന്ന അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത് വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, അതായത് അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരും. പാപത്തെക്കുറിച്ച് ബോധ്യം വരുമ്പോൾ ദൈവമക്കൾ അത് ഏറ്റുപറയുവാനായിട്ട് ശ്രമിക്കും. അത് ഏറ്റുപറഞ്ഞു നമ്മുടെ ഒരു പാപം നമ്മുടെ മേലെ അതിങ്ങനെ നമ്മുടെ മനസ്സാക്ഷിയിൽ കുത്തായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് സന്തോഷമില്ല, ഒരു നിരാശയുടെ അനുഭവമാണ്. പക്ഷെ പാപം അത് ഏറ്റുപറയുമ്പോൾ തന്നെ ലഭിക്കുന്ന വിടുതല് സങ്കീർത്തനക്കാരൻ ദാവീദ് 32-ാം സങ്കീർത്തനത്തിൽ കൂടി ആ ഭാഗ്യ വർണ്ണന അവിടെ പറയുന്നുണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടുമ്പോൾ ലഭിക്കുന്ന ഒരു ഭാഗ്യം, അതൊരു വലിയ ഭാഗ്യമാണ്, വലിയൊരു അനുഗ്രഹമാണ്. അപ്പോ ഇവിടെ കള്ളൻ ഇത് വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും ഒടിപ്പാനുമാണ്. എന്താണ്? നമ്മുടെ വചന കേൾവിയിൽ കൂടി നമ്മുടെ ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ഒരു സ്വർഗീയ സന്തോഷം ഒന്ന് അനുഭവിക്കുക. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ എന്ന് പാട്ടുപാടുന്ന അവന്റെ ആ സന്തോഷം, അത് വചനം ശരിയായ രീതിയിൽ ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അത് അവ മോഷ്ടിച്ചുകൊണ്ടുപോകും. നമ്മുടെ സ്നേഹബന്ധങ്ങൾ, കുടുംബത്തിലെ സ്നേഹബന്ധങ്ങൾ, അപ്പന് അമ്മയോ ഭാര്യ ഭർത്താക്കൻ മക്കളോട് അയൽക്കാരോട് ഒക്കെ കൂട്ടായ്മയിലുള്ള ആ സ്നേഹബന്ധം, അത് ആ സ്നേഹത്തിൽ വർദ്ധിക്കും തോറും ആത്മീയമായിട്ട് വളരുന്നു. കാരണം സ്നേഹത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വളരുക. കാരണം ദൈവം സ്നേഹമാകുന്നു. അപ്പോ ഈ മോഷ്ടിപ്പാൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ സ്വത്തുകളൊന്നും ഈ കള്ളന് വേണ്ട, ഈ സാത്താന് വേണ്ട. അവന് വേണ്ടത് ദൈവമക്കളുടെ സന്തോഷം, അവന്റെ സമാധാനം കെടുത്തുവാനായിട്ടാണ്, അവന്റെ ആ സ്നേഹത്തിൽ നിന്ന് വിടുക നടക്കുവാനാണ്. മോഷ്ടിപ്പാനും അറുപ്പാനും പിന്നെ മുടിപ്പാനും എന്നാണ് ദൈവവചനത്തിലേക്ക് വരുമ്പോൾ മുടിപ്പാൻ. അതും മത്തായിയുടെ സുവിശേഷം 13 25 ഉപമയോടുള്ള കർത്താവ് ഉപമ, വിളക്കാരന്റെ ഉപമയോടുള്ള ബന്ധത്തിൽ അവിടെ രണ്ടാമത്തെ ഉപമയിൽ അത് പറയുന്നുണ്ട്. 13:25 മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതയ്ക്കും എന്നുള്ളതാണ്. അപ്പൊ വചനം കേട്ട് വിതച്ചു, അവിടെ വചനമൊക്കെ കേട്ടു, പക്ഷെ ഉറങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് പോകും. ഈ ലോകപ്രകാരമുള്ള ഉറക്കത്തെ കുറിച്ചല്ല അത് പറയുന്ന ആത്മീയമായ ഉറക്കമാണ്. ദൈവം വചനം കേട്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഉണർവിന്റെ അനുഭവത്തിലേക്ക് വരണം.
വചനം കേൾക്കുമ്പോൾ അത് നമുക്ക് പ്രത്യാശയാണ് ഉളവാക്കുന്നത്, വലിയൊരു പ്രതീക്ഷയാണ് നമുക്ക് ഉളവാക്കുന്നത്, ആശ്വാസമാണ് നമുക്ക് ഉളവാക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക ലേഖനം അതിന്റെ 1 തെസ്സലോനിക്ക 4:17 അവസാന വാക്യത്തിലേക്ക് വേർപാട് നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് പറയുമ്പോൾ അവസാനം ഈ വചനങ്ങളെ കൊണ്ട് തമ്മിൽ ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ എന്നാണ് പറയുന്നത്. അപ്പോ വചനം കേൾക്കുമ്പോൾ അത് നമ്മൾ ഉണർന്നിരുന്ന് ആ വചനം കേൾക്കുമ്പോൾ അത് ധ്യാനിക്കുമ്പോൾ നമുക്ക് ആശ്വാസം ഉണ്ടാകുവാനായിട്ട്. പക്ഷെ അവിടെ കള വിതയ്ക്കുവാനായിട്ട് ശത്രു ശ്രമിക്കും. അവൻ വർഷിപ്പാൻ, അല്പം മുടിപ്പാൻ. ഒരു കള നമുക്കറിയാം. കൃഷി ചെയ്യുന്ന, കൃഷിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ആയിരിക്കുന്ന നമുക്കറിയാം, ഒരു കള വിതച്ചു കഴിഞ്ഞാൽ ആ മെയിൻ വിളയെ എത്ര വലിയ വൃക്ഷമായാലും അതിന്റെ മുകളിൽ വരെ അത് പോയിട്ട് അതിനെ ചുറ്റി വിഴുങ്ങി അത് മുടിച്ച് അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്ന അനുഭവത്തിലേക്ക്. ഇവിടെ ഇങ്ങനെ തന്നെയാണ്. ശത്രു വന്നേച്ച് നമ്മുടെ എല്ലാ വശത്തു നിന്നും വന്ന് നമ്മൾ മുടിച്ചു കളയും. നമ്മുടെ ആത്മീയ ജീവിതത്തെ മുടിച്ചു കളയും, നമ്മുടെ കുടുംബ ജീവിതത്തെ മുടിച്ചു കളയും, നമ്മുടെ കൂട്ടായ്മ അനുഭവത്തെ അത് മുടിച്ചു കളയും. ഈ ശത്രുവിന്റെ അവൻ മോഷ്ടിക്കാൻ അറുപ്പാൻ ആയിട്ട് വരുന്ന. വീണ്ടും നമ്മൾ സാത്താനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-44 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ സാത്താനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ശത്രുവിനെ കുറിച്ച് പറയുന്നത് അവൻ പോഷ്ക് പറയുന്നവനും അവന്റെ അപ്പനും ആകുന്നു എന്നാണ്. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉപമയാണ് പിശാചിനെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവൻ പോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു എന്നാണ്. എന്നാൽ അതിന്റെ അടുത്ത വാക്യത്തിൽ ഒരു മനോഹരമായ ഒരു വാക്യമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാനോ ഇവിടെ പിശാചിനെയും കർത്താവിനെയും രണ്ട് സ്വഭാവ ഗുണം, അതിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആ സ്വഭാവം ആണ് അവിടെ കാണിക്കുന്നത്. ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. കർത്താവ് സത്യമാണ്, അവൻ സത്യം പറയുന്നു, അതാരും കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല, അത് വിശ്വസിക്കുന്നില്ല. ഇന്ന് എല്ലാവർക്കും പോഷ്ക് കേട്ടാൽ മതി, ഇന്ന് നുണ കേട്ടാൽ മതി, അതിന് ചെവി കൊടുക്കാനായിട്ട് അനേകരുണ്ട്. ഇന്ന് ഈ കുടുംബ ഇതിനൊക്കെ ആകുമ്പോൾ വ്യക്തിപരമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ആ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനല്ല അനേകർക്ക് താല്പര്യം. ഇന്ന് മറ്റുള്ളവരിൽ നിന്ന് കവലവയിൽ കൂടി അല്ലെങ്കിൽ 4 പേര് കൂടി നിന്ന് അവരെ കുറിച്ച് പോഷ്കും അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടി എരിവും പുളിയും ഒക്കെ ചേർത്ത് പറഞ്ഞ് രസിക്കുവാനായിട്ടാണ് അനേകർക്ക് താല്പര്യം. അപ്പൊ പോഷ്ക് ഇന്ന് കേൾപ്പാന് അല്ലെങ്കിൽ പോഷ്കിന് ചെവി കൊടുക്കാനായിട്ടാണ് ഇന്ന് ലോകം ശ്രമിക്കുന്നത്. സത്യം ഇന്ന് കേൾപ്പാനായിട്ട്, കർത്താവിനെ കേൾപ്പാനായിട്ട് ഇന്ന് ആർക്കും താല്പര്യമില്ല. കർത്താവ് പറഞ്ഞു, സത്യം അറിയും, സത്യം നിന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ അനേക കാര്യങ്ങളിൽ നമ്മൾ ഇന്ന് അടിമത്തത്തിലാണ്, പ്രത്യേകിച്ച് അന്ധവിശ്വാസത്തിന്റെ അടിമത്തത്തിലാണിന്ന്. സത്യം അറിയുമ്പോഴാണ് നമുക്ക് ആ അന്ധവിശ്വാസത്തിൽ നിന്നുമൊക്കെ വിടുതൽ പ്രാപിപ്പാൻ. അത് കേൾപ്പാനായിട്ട് കഴിയണം. അതിനു പകരം സാത്താന്റെ ഈ ലോക ഇമ്പങ്ങ വാക്കുകളിൽ കൂടി അവന് പോഷ്ക് പറയുന്നു, അല്ലെങ്കിൽ അർത്ഥ സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കീഴ്പ്പെടുത്തുവാനും അത് ഇന്ന് ശ്രദ്ധിക്കുവാനുമായിട്ട് ഇന്ന് അനേകര് ശ്രമിക്കുകയാണ്. അപ്പോ പിശാചിനെ കുറിച്ച് നമ്മൾ ഗൗരവത്തോടെ ഒന്ന് മനസ്സിലാക്കണം. അവന്റെ വായിൽ നിന്ന് പോഷ്കേ വരികയുള്ളൂ, നുണയേ വരികയുള്ളൂ. അത് വളരെ നമുക്ക് കേൾപ്പാൻ ഇമ്പമുള്ള രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളത്. വീണ്ടും ദൈവവചനം പിശാചിനെ കുറിച്ച് 2 കൊരിന്ത്യർ അതിന്റെ 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വരുന്നത്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഇവിടെ പിശാചിനെ കുറിച്ച് പറയുന്നത് സർപ്പം എന്നാണ്. അവന്റെ സമീപന രീതി എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. അപ്പൊ അവന് ഒരു ഉപായമുണ്ട്. നമുക്കറിയാം, യുദ്ധകളത്തിൽ ആർക്കും ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. അതിന് ഇവിടെയും ഇവനൊരു സ്ട്രാറ്റജി ഉണ്ട്. ചില ഉപായങ്ങളിൽ കൂടി, ചില തന്ത്രങ്ങളിൽ കൂടിയാണ് അവൻ നമ്മളെ സമീപിക്കുന്നത്. ഇവിടെ ആദ്യ മാതാവായ ഹവ്വായുടെ അടുത്തും അവൻ ചില തന്ത്രങ്ങളിൽ കൂടിയാണ്. എന്താണ്? ഇന്ന് ആ തന്ത്രം തന്നെയാണ് ഇന്ന് ആധുനിക ലോകത്തിൽ ഇന്ന് നമ്മുടെയിലേക്കും അനേകര് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം.
ഇവിടെ പിശാച് ഹവ്വായുടെ അടുത്ത് ചെന്നിട്ട് സംസാരിച്ചത്, ആ പഴം തിരി നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് അവിടെ 1-2 വാക്യങ്ങളിൽ പറയുമ്പോൾ 1-2 മിനിറ്റ് കൊണ്ട് സംഭവിച്ച കാര്യങ്ങളല്ല. അനേക ദിവസങ്ങളിൽ നിരന്തരമായി പിശാച് ഹവ്വായുടെ അടുത്ത് ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് ഇരുന്നിട്ട് ആണ് ഇവളിൽ ഒരു മാറ്റമുണ്ടാക്കിയത് എന്ന് ഉള്ള കാര്യം നമ്മൾ മറന്നുപോകും. ഇവിടെ എന്താണ് പിശാച് ഹവ്വായുടെ അടുത്ത് ഉപയോഗിച്ച ഉപായം? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിലുണ്ട്. പിശാച് അവിടെ ഈ ഹവ്വയുടെ അടുത്ത് വന്നിട്ട് പാമ്പ് സ്ത്രീയോട് എന്ന് പറഞ്ഞാണ് അവിടെ തുടങ്ങുന്നത്. നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. ഇവളോട് ഈ പഴം വാസ്തവമായിട്ട് തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹവ്വ പറയുകയാണ് തിന്നരുതെന്ന് മാത്രമല്ല തുടരുത് എന്ന് കൂടി അവള് കുറച്ച് ഒരു വാക്ക് കൂടി കൂട്ടിച്ചേർത്ത് അവിടെ പറഞ്ഞു. ദൈവവചനത്തിൽ കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് അധികാരമില്ല. ഇവിടെ അവളത് കൂട്ടി. ആ കുട്ടിയത് തന്നെ അത് പിശാച് അതൊരു അവസരമായിട്ട് പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു അനുഭവമാണ് ആ ഒരൊറ്റ ഒരു കൂട്ടിച്ചേർത്ത വാക്കിൽ കൂടി അവിടെ വന്നത്. അപ്പൊ അത് വാസ്തവമായിട്ടും കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ പാമ്പ് സ്ത്രീയോട് പറയുകയാണ്, അങ്ങനെയല്ല, നിങ്ങൾ ഇവിടെ മരിക്കുക എന്ന് പറയാം. അവള് മരിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചിരിക്കുമ്പോ അവനെടുത്തത് ഒരു ഇതാണ്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരാകും, ദൈവത്തെ പോലെയാകും. ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു വലിയ വാഗ്ദാനങ്ങളോട് വയ്ക്കുകയാണ്. ഇന്നും നമുക്കറിയാം പല പ്രോഡക്റ്റുകൾ ഇന്ന് ലോകത്ത് പല പ്രോഡക്റ്റുകൾ ഇന്ന് ചെലവഴിക്കുവാനായിട്ട് വളരെ മനോഹരമായ രീതിയിലുള്ള പരസ്യ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വരെ ഇന്ന് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുവാൻ തക്കവണ്ണം പരസ്യങ്ങളും പരസ്യതന്ത്രങ്ങളും ഇന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പക്ഷേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇന്ന് നമ്മെ വാങ്ങിപ്പിക്കുവാൻ തക്കവണ്ണം ഇന്ന് പരസ്യം അതിശക്തമാണ്. അതിന് വലിയ വലിയ VIPs നമ്മുടെ ആരാധനാ പുരുഷന്മാരെയും കഥാപാത്രങ്ങളെയും ഒക്കെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് പരസ്യ തന്ത്രങ്ങളിൽ, അതാണ് ഉപായത്തിൽ കൊടുക്കുക. ആ പിശാച് ഉപായത്തിൽ കൂടി ഇന്ന് നമ്മളെ കൊടുക്കുന്നതായിട്ട്. അപ്പൊ പിശാചിന്റെ തന്ത്രം വീണ്ടും 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തില് പിശാചിനെ കുറിച്ച് പറയുന്നു, സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ദൂതൻ, നമുക്കറിയാം സാത്താൻ എന്ന് പറയുന്നത് അത് സാത്താനായിട്ടല്ല അവനെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ദൈവത്തിന്റെ ദൂതഗണത്തില് ഉന്നതമായ സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്ന ഒരു ദൂതഗണമായിരുന്നു ഈ ലൂസിഫറും കൂട്ടരും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരു ദൂത കൂട്ടത്തിലുള്ളവനായിരുന്നു. അവൻ എന്താണ് അവന്റെ ആ വലിയ സ്ഥാനങ്ങളും അവന്റെ സൗന്ദര്യവും, അവൻ വലിയ ദൈവ സന്നിധിയിലെ ഗായകനായിരുന്നു. വലിയ ഒരു ഗായകനും സൗന്ദര്യ സമ്പൂർണനുമായിരുന്നു. അവിടെ ദൈവം നിന്നെ നിർമ്മിച്ച നാളിൽ നിന്നിൽ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല എന്നാ പറയും. നീ ദൈവത്തിന്റെ തോട്ടമായി ഏദനിലായിരുന്നു എന്നാ പറയും. ഏദനിൽ വാപ്പിച്ചിരുന്ന വലിയ പദവികൾ അനുഭവിച്ചിരുന്നവനാണ്. അവന് ഈ പദവികൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു അഹങ്കാരത്തിന്റെ നിഗളത്തിലേക്ക് അവന് ഉയരത്തിൽ കയറും, ദൈവത്തിന്റെ സിംഹാസനത്തിൽ കയറി ഇരിക്കുമെന്ന് ഹൃദയത്തിലൊന്ന് നിരൂപിച്ചേ. അപ്പോഴവന് പുറത്തേക്ക് കളഞ്ഞ് അങ്ങനെ ആണ് ഈ സാത്താന്റെ ഉത്ഭവം എന്നുള്ളത് ഞാൻ ഇതിന്റെ ഇടയിൽ അത് പറഞ്ഞിരുന്നു. അപ്പൊ അവനൊരു ദൂതനാണ്. അപ്പോൾ അവന് ആ വെളിച്ച ദൂതന്റെ വേഷം അവന് ധരിപ്പാണ്. വെളിച്ച ദൂതൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് നല്ല 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 കാര്യങ്ങള്, വശീകരണ വാക്കുകള്, ചിന്തകള് ഒക്കെ തന്നുകൊണ്ട് ആണ് അവൻ നമ്മളെ സമീപിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞത് പിശാചിനെ അപ്പൊ നമ്മൾ നോക്കേണ്ടത് അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വാഗ്ദാനങ്ങളാണോ എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോ ഈ പ്രോസ്പെറിറ്റി ഈ സുവിശേഷത്തിന്റെ ഈ കാലഘട്ടത്തിൽ നിന്ന് അനേകര് ഈ വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തന്നെ തകർക്കുവാനായിട്ട് ശ്രമിക്കുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട്. ഈ ലോകത്തിന്റെ പല കാര്യങ്ങളും വാഗ്ദാനം ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, അവർ ഉപായത്താലാണ്, പരസ്യത്താലാണ്. ഇന്ന് നിങ്ങൾ ഈ കൂട്ടായ്മ ഇതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നാളെ മുതൽ നിങ്ങൾക്ക് ഉയർച്ചയോട് ഉയർച്ചയാണ്, ഇനി കഷ്ടതയില്ല, ഇനി രോഗമില്ല, ഇനി പ്രയാസമില്ല എന്നുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ. പക്ഷേ
ദൈവഭയം നമുക്കറിയാം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, രോഗങ്ങളുണ്ടാകും. ഒരു വിശ്വാസികൾ ആത്മീയ ജീവിതത്തിൽ പലരും വിചാരിച്ചിരിക്കുന്ന അവർക്ക് രോഗമുണ്ടാകില്ലെന്ന്, അവർക്ക് തടസ്സങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകില്ലെന്ന്. പക്ഷെ കഷ്ടങ്ങളുടെ മധ്യത്തിലും കർത്താവിനെ ഉയർത്തുവാൻ മഹത്വപ്പെടുത്തുവാനുള്ള ശക്തിയും ബലവും തന്ന് അനുഗ്രഹിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം, കർത്താവിന്റെ കരുതലും വഴിനടത്തലും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അവിടെയാണ് ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് കഷ്ടതകളും പ്രയാസങ്ങളും ഒന്നിന് പറയും ഒന്നായിട്ട് വരുമ്പോ ഇവൻ വെളിച്ച ദൂതന്റെ വേഷം ധരിച്ചു വരും. നീ പ്രാർത്ഥിക്കേണ്ട എന്താണ് ഗുണം, നീ കൂട്ടായ്മയിൽ പോയിട്ട് എന്താണ് ഗുണം, നീ വചനം കേട്ടിട്ട് എന്താണ് ഗുണം എന്ന് പറഞ്ഞുകൊണ്ട് നീ ഈ വചനമൊന്നും കേൾക്കാൻ പോകണ്ട, നീ ഞങ്ങളുടെ ഞങ്ങളുടെ വരിക, ഈ കഷ്ടതയിൽ നിന്ന് വിടുതല്, ഇതിൽ നിന്നെല്ലാം വിടുതലിൽ നിന്നും പറഞ്ഞ് വെളിച്ച ദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് നമ്മെ സമീപിക്കുന്ന പിശാചിന്. വീണ്ടും 2 കൊരിന്ത്യർ 4:4 വരുമ്പോ പിശാചിനെ കുറിച്ച് പറഞ്ഞു ഈ ലോകത്തിന്റെ ദൈവം എന്നാണ് പറയുന്നത്. ഈ ലോകത്തിന്റെ ദൈവം. അപ്പൊ അത് ശക്തമാണ്, അധികാരമാണ്, ഉണ്ടെങ്കിൽ മാത്രമേ അല്ലേ ദൈവം എന്ന് പറയുന്നത്. ഈ ലോകത്തിന്റെ ദൈവം തന്നെയാണ്. അതായത് അവനത് വെളിപ്പെടുത്തി കർത്താവിന്റെ അരികത്ത് തന്നെയാണ് ഈ ലോകത്തിന്റെ ദൈവമാണെന്നുള്ളതും അതിന്റെ അധികാരവും അവന്റെ കഴിവുകളും അവിടെ അവൻ വെളിപ്പെടുത്തുക. അവിടെ കർത്താവിന്റെ ശരീരത്തിൽ കർത്താവ് 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞ് 40 ദിവസം വിശ്രമം കഴിഞ്ഞപ്പോൾ കർത്താവ് എന്റെ സന്നിധിയിൽ ഇവൻ വന്നിട്ട് ഒരു വാഗ്ദാനം ചെയ്ത് ഈ ലോകത്തിന്റെ എല്ലാം ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യും, ഒന്ന് നമസ്കരിക്കാൻ മതി. ഈ ലോകത്തിന്റെ എല്ലാം അവനും ഈ ലോകത്തിന്റെ ഉടയവനായ കർത്താവിന് വാഗ്ദാനം ചെയ്യുവാനായിട്ട് കഴിയണമെങ്കിൽ അത് ഈ ലോകത്തിന്റെ ദൈവമായിരിക്കുമ്പോൾ മാത്രമേ അത് കഴിയുള്ളൂ. അപ്പൊ ഈ ലോകത്തിന്റെ ദൈവം ആയിട്ടാണ് ദൈവവചനം പിശാചിനെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും സാത്താനെ കുറിച്ച് 1 പത്രോസ് 5:8 വാക്യത്തിലേക്ക് വരുമ്പോ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, ഇവിടെ സാത്താൻ പ്രതിയോഗിയായിട്ട് പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആര് വീഴുന്നുണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കും. ആ വാക്യത്തെ മുഴുവൻ വിശദീകരിപ്പാൻ ഇവിടെ സമയമില്ല. അതിന്റെ ആ പ്രധാന കാര്യങ്ങൾ വാക്കുകൾക്കും അത് ചെറുതായിട്ട് പറഞ്ഞ് മാത്രം പോവുകയാണ്. അത് പ്രതിയോഗിയാണ് എന്നോട് പറയുന്നു. അത് അലറുന്ന സിംഹം പോലെ ആര് വിഴുങ്ങുവേണ്ടു, അത് വിഴുങ്ങും, നമ്മെ വിഴുങ്ങും എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ജീവിതത്തെ ആ സന്തോഷം അതങ്ങ് വിഴുങ്ങിക്കളയും. നമ്മുടെ ബിസിനസ് കാര്യങ്ങളിൽ, നമ്മുടെ ജോലി മേഖലകളില്, ഏത് മേഖലകളിൽ നമ്മളെ അങ്ങോട്ട് വിഴുങ്ങിക്കളയുവാനായിട്ട് ഉള്ള രീതിയിലാണ് അവന്റെ പ്രവർത്തനം. അങ്ങനെ ആരെ വിഴുങ്ങുന്നുണ്ടോ ഇങ്ങനെ തിരഞ്ഞു നടക്കുക, ഊടാണ്ടി നടക്കുകയാണ്. അങ്ങനെ യോവിന്റെ ഭവനത്തിലേക്ക് ചെന്നതായിട്ടും നമുക്ക് കാണാൻ. അങ്ങനെ ചുറ്റി നടക്കുന്നവനാണ്. ആരെയാണ് വീഴിക്കേണ്ടത്, ഇങ്ങനെ ചുറ്റി നടക്കുന്നത്. അപ്പൊ പിശാചിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ആ കുറി വാക്യത്തിലേക്ക് വരുമ്പോ അമാലോക്കിന്റെ ആക്രമണം, അമാലോക്കിനെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ ആക്രമണത്തെ കുറിച്ചാണ് പറയുന്നത്. പിതാക്കന്മാർ അമാലോക്കിനെ പിശാചിനോട് ആണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. അതാണ് 50 നോയമ്പിലെ പ്രാർത്ഥനയിൽ ആ അമാലോക്കിനുള്ള പോരാട്ടത്തെ ഓർക്കണം. ദൈവവചനത്തിൽ അത് ഓർക്കണമെന്നും മോശയോട് ഇതൊരു പുസ്തകത്തിൽ രേഖപ്പെടുത്തണം എന്നുമാണ്. ഇത് ഇനി വരുന്ന തലമുറയ്ക്ക് ഇതൊരു പാഠമായിരിക്കണം എന്ന് പറഞ്ഞ് ഇതൊരു പുസ്തകത്തിൽ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞാണ് മോശ ആ പോരാട്ട സമയത്ത് അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാണാനായിട്ട് കഴിയും. ഞാൻ സമയക്കുറവിൽ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇവിടെ അമാലോക്കിന്റെ ആക്രമണ രീതി അവനെ എങ്ങനെ വിജയിപ്പാനായിട്ട് കഴിയും എന്ന് അല്പമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹാര അനുഭവത്തിൽ വരുവാനായിട്ട് ശ്രമിക്കുകയാണ്. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിലേക്ക് വരുമ്പോ ഈ അമാലേക്കിന്റെ, അതായത് പിശാചിന്റെ ആക്രമണ രീതി അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനരെ ഒക്കെയും സംഹരിച്ച കാര്യം ഓർത്തുകൊള്ളുക. വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വേദഭാഗമാണ്. പക്ഷേ നമുക്ക് അല്പമായിട്ട് ചിന്തിച്ചാൽ അത് പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങൾ അല്പമായിട്ടൊന്ന് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വച്ച്, മാലോക്കിന്റെ ആക്രമണം ഒന്നാണ്, വഴിയിൽ വച്ചാണ്. 2 സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യത്തിലുണ്ട്, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വച്ച് നശിപ്പാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പേൻ. പിശാച് വഴിയിൽ വെച്ച് ആക്രമിക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെയാണ് ദൈവം പറയുന്ന വഴിയിൽ വെച്ച്
ആക്രമിക്കുമ്പോൾ നാം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ പുത്രനെ ചുംബിക്കണം. പുത്രനെ ചുംബിക്കണമെങ്കിൽ പുത്രനുമായിട്ട് നമുക്കറിയാം ഒരു നല്ല സ്നേഹ, ഒരു ദൃഢമായ ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ ചുംബിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലേക്ക് വരുവാനായിട്ട് കഴിയും. അപ്പൊ ചുംബന അവസ്ഥയിലേക്ക് പുത്രനെ ചുംബിക്കുന്ന രൂപത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് അത്രമാത്രം ആഴമായ ഒരു ബന്ധം പുത്രനുമായിട്ടുണ്ടായി. അപ്പൊ ഈ വഴി യാത്രയില് വഴി എന്ന് പറയുന്ന ദൈവവചനത്തില് വളരെ അനേക ഭാഗം പല മേഖലകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാം സങ്കീർത്തനത്തിലുണ്ട് ദുഷ്ടന്മാരുടെ ആലോചന പാപികളുടെ വഴിയിൽ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അതിലേക്കും പോകാൻ സമയമില്ല. അപ്പോ ഇവന്റെ ആക്രമണം ഒന്ന് വഴിയിൽ വെച്ചാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയത്. അപ്പം അവിടെ പുത്രൻ നമ്മൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് അനുഭവം, ആ കർത്താവിനെ മുറുകെ പിടിക്കുന്ന അനുഭവം നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവന് വഴിയിൽ വെച്ച മലം നിന്നോട് ചെയ്ത് അവൻ ദൈവത്തെ ഭയപ്പെടാതെയാണ്. ഒന്ന് ഇവന് ദൈവഭയമില്ല. ദൈവഭയമില്ലാത്ത ഒരു വ്യക്തി എന്തും ചെയ്യുവാനായിട്ട് അവന് കഴിയും. ദൈവത്തെ ഭയമുള്ളവന് നമ്മുടെ ആക്രമിക്കുന്ന അല്ലെ നമ്മളോട് ഒരു ദേഷ്യപ്പെടാതെ എന്തെങ്കിലും ചെയ്താൽ തന്നെ അതിലൊരു മനസ്സാക്ഷി അല്ലെങ്കിൽ ഒരു മനസ്സാക്ഷിയുടെ അംശമെങ്കിലും അതിൻ്റെ അകത്ത് കാണുവാനായിട്ട് കഴിയും. പക്ഷെ ദൈവഭയമില്ലാത്ത ഒരുത്തൻ നമ്മളോട് എന്തുകാനായിട്ട് നോക്കും, അവനൊന്നും നോക്കുന്നുണ്ട്. അത് മൃഗീയമായ പൈശാചികമായ രീതിയിലായിരിക്കും അവന്റെ ആക്രമണം എന്ന് പറയും. യാതൊരുവിധ മനസ്സാക്ഷിയും അവന് കൊടുക്കുകയില്ല. അത് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്താണ് അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ വെച്ച് നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നിരിക്കുമ്പോൾ, അതാണ് പിശാചിന്റെ തന്ത്രം, ഉപായം. അവൻ ആക്രമിക്കുന്നത് നാം ക്ഷീണിച്ചിരിക്കുമ്പോഴാണ്, നാം തളർന്നിരിക്കുമ്പോഴാണ്. കർത്താവിന്റെ 40 ദിവസത്തിന്റെ ആ ഉപവസിക്ക് 40 ദിവസം അവന് വിശന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പരീക്ഷകൻ അവന്റെ അടുത്ത് വന്നിട്ട് അവനെ പരീക്ഷിച്ച് പ്രലോഭിപ്പിച്ചത് ആ വിശന്നിരുന്നപ്പോഴും, അതായത് ക്ഷീണിച്ചിരുന്നപ്പോഴും തളർന്നിരിക്കുമ്പോഴും. ദൈവമക്കളുടെ കാര്യം ഗൗരവത്തോടെ ഓർക്കണം. നാം ക്ഷീണിച്ചിരിക്കുമ്പോൾ, നാം തളർന്നിരിക്കുമ്പോൾ, ആത്മീയ ക്ഷീണം തളർച്ചയെ കുറിച്ചാണ് അത് പറയുന്നത്. ദൈവവചന കേൾവിയിൽ കൂടി ദൈവവചനം കേൾക്കുമ്പോൾ നമുക്കറിയാം നാം കഴുകനെ പോലെ ചെറുകടിച്ചു വരും, ആത്മാവയിൽ നിറയും. പ്രാർത്ഥിക്കുമ്പോൾ നാം ആത്മാവിൽ ബലപ്പെടും. അതൊക്കെയാണ് ക്ഷീണം തളർച്ച എന്ന് പറയുന്നത്. അതൊക്കെ ഓരോ വാക്കുകളിൽ കൂടി ഞാൻ പറഞ്ഞു പോകുന്നു. അപ്പോൾ ക്ഷീണിച്ചും തളർന്നിരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനതയാണ്. ഞാൻ പറഞ്ഞു അവനൊരു മനസ്സാക്ഷിയും കാണിക്കാത്തവരാണ്. ബലഹീനതയാണ് ഒരാൾക്ക്. നമുക്കറിയാം ഒരു യാത്രയിൽ പോകുമ്പോ അതിന്റെ പിറകിലായിരിക്കുന്നത് ആരോഗ്യമായിരിക്കും, ഗർഭിണികളായിരിക്കും, വയോധികരായിരിക്കും, രോഗികളായിരിക്കും, കുട്ടികളായിരിക്കും. അപ്പൊ ഇവൻ ആക്രമിക്കുന്നത് ഈ ഗർഭിണികളെ. ഒരു മനസ്സാക്ഷ്യമില്ല, കാരണം അവന് ദൈവഭയമില്ല. വയോധികരെയാണ്, രോഗികളെയാണ്, കുട്ടികളെയാണ്. അപ്പൊ പിന്നിൽ നിന്ന് ക്ഷീണിച്ചും തളർന്നു ഇരിക്കുമ്പോൾ പിന്നിൽ നിന്ന് ആണ് ഇവന്റെ ആക്രമണം. അവനെ ഈ സംഹരിച്ച കാര്യം ഓർത്തുവിടും. അപ്പൊ അവന്റെ ആക്രമണ ആ രീതിയെ കുറിച്ചാണ് അവസാനമായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈ അമാലോക്കിന് ഈ മോശയും കൂട്ടനും എങ്ങനെയാണ് നേരിട്ടത് എന്ന് 1-2 കാര്യങ്ങളിൽ കൂടി. അതാ കുറിവാക്യത്തിൽ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അത് വിശദമായിട്ട് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ദൈവമക്കൾ ഈ ഭാഗം പിന്നീട് അത് വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് അത് കൂടുതൽ മനസ്സിലാക്കാനുണ്ട്. ഞാനത് വേഗത്തിലൊന്ന് പോവുകയാണ്. അവിടെ എന്താണ് അവിടെ അമാലോക്കിനുമായിട്ട് യുദ്ധത്തിന്റെ അവിടെ രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ആ രഫീദിൽ വെച്ച് അമാലേക്കിനോട് ഇസ്രായേലിന് യുദ്ധം ചെയ്യേണ്ടതായ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോ മോശെ വിളിച്ച് യോശുവോട് പറയുകയാണ്, ചില കാര്യങ്ങൾ പറഞ്ഞു. ആ ഭാഗത്ത് പറയുന്നത് മോശെ യോശുവോട് പറഞ്ഞത് അവൻ അതുപോലെ ചെയ്തു എന്നാണ് ദൈവവചനം. നമുക്ക് ഇങ്ങനെയാണ് ആത്മീയ ഗുരുക്കന്മാർ, ആത്മീയ ശ്രേഷ്ഠന്മാര് നമുക്ക് ഉപദേശവും നമുക്ക് അഭിപ്രായങ്ങളും പറഞ്ഞു വരുമ്പോൾ അത് അതുപോലെ തന്നെ നമുക്ക് കേൾപ്പാനോ അനുസരിപ്പാനായിട്ട് കഴിയും. എന്താണ് ഇവൻ അവിടെ കുന്നിന്റെ മുകളിൽ കയറി അവൻ പ്രാർത്ഥിക്കുക, ആ ദൈവത്തിന്റെ വടി അവൻ ഉയർത്തിപ്പിടിച്ചു. അവിടെ ആ വേദഭാഗത്തില് എങ്ങനെയാണ് മോശയുടെ കൈ ഉയർന്നിരുന്നപ്പോൾ, പ്രാർത്ഥനയിൽ അവൻ ഉയർന്നിരുന്നപ്പോൾ ഇസ്രായേലിന് ജയിച്ചു, അമാലേക്കിന് തോറ്റു എന്നാണ്. മോശയുടെ കൈ എപ്പോഴൊക്കെ താങ്ങുവോ, പ്രാർത്ഥനാനുഭവം കുറഞ്ഞുവോ,
അപ്പോഴൊക്കെ അമോലേക്കര് വിജയം പ്രാപിച്ചതായിട്ടാണ് അവിടെ കാണുന്നത്. തുടർന്ന് അവിടെ വായിക്കുമ്പോൾ മോശയുടെ കൈ തകർന്നപ്പോൾ അഹരോനും ഹൂരും അതിന് ആ കൈക്ക് താങ്ങാൻ കൊടുത്തതായിട്ടാണ് ആത്മീയമായിട്ട് ഒത്തിരി വിശദീകരിക്കുന്ന ഭാഗമാണ്. എന്താണ് ആ കൈ താങ്ങ്? ആത്മീയ മക്കൾക്ക് ആത്മീയ ആ കൂട്ടായ്മയില് മറ്റുള്ളവർക്ക് നാം ഒരു താങ്ങ് കൊടുക്കേണ്ടതായിട്ടുള്ള അനുഭവമുണ്ട്, ഒരു കൈത്താങ്ങ് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഇവിടെ അമോലേക്കര് വിജയിച്ചത്, ആ പോരാട്ടത്തിൽ വിജയിച്ചത് ഇവിടെ മോശയോട് ആ സ്വർഗത്തിലേക്ക് കരമുയർത്തിക്കൊണ്ടുള്ള അതിശക്തമായ പ്രാർത്ഥനയാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട്. ആ കൈ ഉയർന്നപ്പോഴൊക്കെ ഇസ്രായേൽ ജയിച്ചതായിട്ട്, കൈ താങ്ങപ്പോഴൊക്കെ അമോലേക്കര് ജയിച്ചതായിട്ട് വളർന്നു. അവിടെ തളർന്ന് കൈ താങ്ങപ്പോൾ ഒരു കൈത്താങ്ങ് കൊടുത്തതായി. ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, ആത്മീയ പോരാട്ടത്തിൽ ആത്മീയ ആയുധങ്ങൾ നമുക്ക് ആവശ്യം. അതുപോലെ തന്നെ ആത്മീയ പോരാട്ടത്തിൽ മറ്റുള്ളവരുടെ കൈത്താങ്ങും നമുക്ക് ആവശ്യം. ദൈവ മക്കളുടെ പ്രാർത്ഥന അത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുക തന്നെ ചെയ്യും. തീ ഇറങ്ങി നമുക്കറിയാം അവിടെ ശത്രുവിന്റെ പൂർണ്ണമായ നശീകരണമാണ്. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. നമുക്ക് ആത്മീയ പോരാട്ടമുണ്ട്. നമ്മുടെ ശത്രു വിവിധ രീതിയിലാണ് അവന്റെ ആക്രമണം. അവന് ദൈവഭയമല്ല ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ നാം തളർന്നും ക്ഷീണിച്ചുമിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് അവന്റെ ആക്രമണം ഉണ്ടാകും. അവൻ വിഴുങ്ങുന്നവനാണ്, അവൻ മോഷ്ടിക്കുന്നവനാണ്, അവൻ മുടിക്കുന്നവനാണ്, നമ്മുടെ സന്തോഷത്തെ മുടിക്കുന്നവനാണ്, നമ്മുടെ ആത്മീയ ജീവിതത്തെ മുടിക്കുന്നവനാണ്, നമ്മുടെ സമാധാനത്തെ അവൻ മോഷ്ടിക്കുന്നവനാണ്. പ്രാർത്ഥനയും അവൻ പറഞ്ഞു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതിയിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിപ്പാനായിട്ട് കഴിയില്ല. ദൈവമക്കൾ ആത്മീയമായിട്ട് വളരുന്നതോറും കൂടുതൽ കൂടുതൽ പ്രാർത്ഥിപ്പാനായി, കൂടുതൽ കൂടുതൽ വചനം കേൾപ്പാനായിട്ട്, കൂടുതൽ കൂടുതൽ ദൈവസന്നിധിയിൽ ചെലവഴിപ്പാനായിട്ട് നമുക്ക് കഴിയണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ആ സർവായുധ പങ്കെടുപ്പാൻ ധരിപ്പാനും നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവന്റെ വാക്കിൽ നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.